എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സൂരജ് സുഭാഷ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസും അതിൻ്റെ ആയുർവേദ മാനേജ്മെൻറ്റിനെയും കുറിച്ചാണ്. ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് ഒരുപാട് പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് 90% ആൾക്കാരും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് വളരെയധികം വൈകിയിട്ടാണ്. കാരണം വേറൊന്നുമല്ല, അത് ബാക്ക് പെയിനുമായി വളരെയധികം സാദൃശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ സാധാരണ രീതിയിലുള്ള ഒരു നടുവേദന എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ കണക്കാക്കി പോകുന്നത്. പക്ഷേ വൈകിയായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് അഥവാ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം പ്രത്യേകിച്ചും നട്ടെല്ലിനെയും നടുവിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. വളരെ ചെറുപ്രായത്തിൽ, ടീനേജ് പ്രായം തൊട്ട് ഏകദേശം 45 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. മറ്റ് ആർത്രൈറ്റിസുകളെ അപേക്ഷിച്ച് ഈ പ്രായത്തിൽ ഇത് പെട്ടെന്ന് ഉണ്ടാവുകയും അവരുടെ ജീവിത ശൈലികൾ കൊണ്ട് ഇത് വളരെയധികം ഒരു മൂർച്ഛിതമായിട്ടുള്ളൊരു അവസ്ഥയിലെത്തുകയും ഭാവിയിൽ കൂന് പോലുള്ള അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഈ അസുഖം ചെന്ന് നമ്മളെ എത്തിച്ചേക്കാം. സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് അഥവാ ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ആങ്കുലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷൻ എന്നുള്ളതാണ്. സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത് നട്ടെല്ലിനെ സംബന്ധിച്ച് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് നിമിത്തമുണ്ടായി അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ നിമിത്തമുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇതിൽ കാര്യമായി കാണുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലുകൾ ഫ്യൂഷൻ സംഭവിക്കുകയാണ്. നമ്മളുടെ ഒരു മുള വടി എങ്ങനെ ഇരിക്കുന്നുവോ ഏകദേശം നമ്മുടെ സ്പൈൻ അതുപോലെ തന്നെ ഇരിക്കും. ഇതിനെ നമ്മൾ ബാംബു സ്പൈൻ സ്ട്രക്ചർ എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ പറയുന്നത്. അത് ഏകദേശം നമ്മുടെ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ നട്ടെല്ലിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അത് താരതമ്യപ്പെടുത്തുന്നത് ഒരു ബാംബു ഷൂട്ടുമായിട്ടാണ്. അതുപോലെ അത് ഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാവാനുള്ളതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത. എന്നാൽ റിസർച്ചുകൾ, ഗവേഷണത്താൽ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ HLA-B27 എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പ്രോട്ടീൻ ജനിതകമായി ചില ആൾക്കാരിൽ സവിശേഷമായി അത് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ജനിതകമായി ഈ പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻ അത് ശരീരം ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ തന്നെ അത് കുഴപ്പിച്ച് കളയുകയാണ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ് നമ്മൾ ഈ ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസിനെ നമ്മളെപ്പോഴും പറയുന്നത്. അങ്ങനെ അത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ഒരു കുഴപ്പത്തിലാക്കിയതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ തന്നെ പല സംഗതികളെയും ഈ പ്രതിരോധ ശക്തി അതുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ബാക്ടീരിയ നിമിത്തം നമ്മളുടെ നട്ടെല്ലുകളിൽ ഉണ്ടാകുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസിന് അതൊരു ഫ്യൂഷൻ രൂപത്തിൽ, അതായത് ഡീജനറേഷനെ അത് ചെറുക്കാൻ വേണ്ടി എല്ലുകളുടെ കോശങ്ങൾ വീണ്ടും ഉണ്ടായി അത് മര്യാദയ്ക്കല്ല, അതായത് ശരിയായ രീതിയിലല്ലാതെ അത് ഫോം ചെയ്ത് ഈ പറയുന്ന വെർട്ടിബ്രകളെ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, സാധാരണ രീതിയിൽ ഇത് നടുവേദനയുമായി വളരെയധികം സാദൃശ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് രോഗം നിർണ്ണയിക്കപ്പെടാൻ തന്നെ ഒരുപാട് കാലതാമസം നമ്മൾ എടുക്കുന്നു. യൂഷ്വലി ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് പൊതുവേ നമുക്ക് തുടങ്ങുന്നത് നമ്മുടെ നട്ടെല്ലും ഇടുപ്പ്, അതായത് ഹിപ്പ് ബോണും സ്പൈനും കൂടെ ചേർന്ന ആ ഒരു ജോയിൻറ്റിലാണ്. സാക്രോയിലിയാക് ജോയിൻ്റ് എന്നുള്ളതാണ് നമ്മളതിനെ വിശേഷിക്കുന്നത്. അവിടെ തൊട്ട് തുടങ്ങിയതിന് ശേഷം അവിടെയായിരിക്കും സാധാരണ രീതിയിൽ ഇത് ആദ്യം വരുന്നത്. അവിടെ ഒരു ചെറിയൊരു വേദനയോടുകൂടി തുടങ്ങി പിന്നീട് ആ വേദന ഏകദേശം ഒരു സ്റ്റിഫ്നെസ്സിലേക്കായി മാറുകയാണ്. സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം അവിടെയുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് സാധാരണ രീതിയിൽ എത്രത്തോളം എളുപ്പത്തിൽ നടക്കുന്നു അത്ര സുഗമമല്ലാത്ത രീതിയിൽ വന്ന് ഭവിക്കുന്നതാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് അത് മുകളിലോട്ട് പോവുകയും ഷോൾഡറിനെയും നെക്കുകളെയും വരെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബാധിക്കാറുണ്ട്. ഒരുപക്ഷെ ഒരാൾക്ക് ശ്വസന പ്രക്രിയകൾ പോലും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ആങ്കുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് ബുദ്ധിമുട്ടുകൾ ചെന്ന് എത്തിച്ചേക്കാം.
അപ്പം ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിൽ, അതായത് സാധാരണ നടുവേദനയിൽ നിന്നും കുറച്ച് നമുക്ക് നടുവ് നിവർത്തുവാനോ അല്ലെങ്കിൽ നടുവ് നമുക്ക് വളയുവാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് വൈകാതെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറയുകയും ചിലപ്പോൾ അദ്ദേഹം ഒരു എക്സ്റേ എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് HLA-B27 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അദ്ദേഹം ചിലപ്പോൾ നമ്മളോട് ഒരു ടെസ്റ്റ് ചെയ്യാൻ പറയുമായിരിക്കും. അത് ഉണ്ട് എന്ന് കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ അത് ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് ആണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആൾക്കാർ, അതായത് നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ അല്ലാത്ത ഒരാൾക്ക് ഇതിൻ്റെ വേദന കൂടുകയും എന്നാൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേദനകൾ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അവർ എപ്പോഴൊക്കെ റെസ്റ്റ് എടുക്കുന്നു ഈ വേദന കൂടുവാൻ സാധ്യത ഉണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ആയുർവേദത്തിൽ കൂടെ ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. മോഡേൺ മെഡിസിൻ പ്രകാരം ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നുമില്ല. അവർ സാധാരണഗതിയിൽ കൊടുക്കുന്നത് സ്റ്റിറോയിഡ്സ് ആണ്. സ്റ്റിറോയിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാവുന്നത് എന്തുവെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ നമ്മുടെ പ്രതിരോധ ശക്തിയെ അത് വളരെയധികം തളർത്തിയിടുകയും ഈ പറയുന്ന മാതിരി ലക്ഷണങ്ങൾക്കൊരു താൽക്കാലിക ശമനം ഉണ്ടാവും എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ അങ്ങനെ പ്രതിരോധ ശക്തി അത് തളർത്തുന്ന സമയത്ത് മറ്റ് പല അസുഖങ്ങളും ആൾക്കാരിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് കഴിയുന്നതും പരമാവധി നമ്മൾ അങ്ങനത്തെ ചികിത്സകൾ എടുക്കാതെ അല്ലെങ്കിൽ ഒരു ചികിത്സകൾ എടുക്കാതെ ആയുർവേദ ചികിത്സകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിസിക്കൽ തെറാപ്പികളാണ് നമ്മൾ സാധാരണ രീതിയിൽ ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസിന് എപ്പോഴും നമ്മൾ ഉപദേശിക്കാറുള്ളത്. ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് ആയുർവേദത്തിൻ്റെ ഒരു വീക്ഷണകോണിൽ കൂടെ നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ എപ്പോഴും ദോഷങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ഒരാളുടെ അസുഖവും നിർണ്ണയിക്കുന്നതും അതുപോലെ തന്നെ ആ അസുഖത്തിന് പറ്റിയ ചികിത്സകളും നമ്മൾ നിർണ്ണയിക്കുന്നത്. സമദോഷ സമധാതു സമാഗ്നി മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മന സ്വസ്ഥ ഇത്യഭിധീയത എന്നാണ് ഒരു ആരോഗ്യമായിട്ടുള്ള ഒരാളെ വിശേഷിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു രോഗാവസ്ഥ ഇല്ലാത്ത ഒരാൾക്ക് ഉണ്ടാവുന്ന സവിശേഷതകളാണ് പറഞ്ഞിരിക്കുന്നത്. സമദോഷങ്ങൾ, എല്ലാ ദോഷങ്ങളും വളരെ സമമായിട്ടിരിക്കുക. സമ അഗ്നി, അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ ഗവേൺ ചെയ്യുന്ന അഗ്നി വളരെ കൃത്യമായിട്ടിരിക്കുക. സമധാതുക്കൾ, ധാതുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറെക്കുറെ ഒരു ടിഷ്യൂസ് എന്നുള്ള ലെവലിലാണ് കണക്കാക്കപ്പെടുന്നത്. ആ ടിഷ്യൂകളെല്ലാം വളരെ കറക്റ്റായിട്ടിരിക്കുക. മലക്രിയ, അതായത് നമ്മളുടെ ശരീരത്തിലുള്ള മലമൂത്രാദികളെല്ലാം വളരെ കൃത്യമായി പോവുക. ഇതിനോടൊപ്പം തന്നെ പ്രസന്ന ആത്മ ഇന്ദ്രിയ മനഃ എന്ന് പറയും. അതായത് നമ്മൾ വളരെയധികം പ്രസന്നമായിട്ടുള്ള രീതിയിലുള്ള ആത്മാവും മനസ്സും ഇന്ദ്രിയങ്ങളെല്ലാം വളരെ പ്രസന്നമായിട്ടിരിക്കുന്ന ഒരാളെയാണ് ശരിക്കും ആരോഗ്യവാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള ഒരാൾക്ക് രോഗം വന്ന് ഭവിക്കുന്നു എന്നുള്ളതാണ് ആയുർവേദ വിധി പ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മുടെ ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസിൽ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് അഗ്നിക്കും അതുപോലെ തന്നെ ദോഷങ്ങൾക്കും വൈകല്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ദോഷത്തിൻ്റെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ വാതദോഷത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത്. വാതദോഷം നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ചലന പ്രക്രിയകളെയും എല്ലാം ഗവേൺ ചെയ്യുന്ന ഒരു ബോഡിയാണ് വാതദോഷം എന്ന് പറയുന്നത്. ഇവിടെ ഈ വാതദോഷം വല്ലാതെ ക്രമത്തിൽ വർദ്ധിക്കുകയും അതിൽ നിന്നും ഉൾക്കൊള്ളുന്ന ബുദ്ധിമുട്ടുകൾ നിമിത്തം ജോയിൻസുകളെയും അല്ലെങ്കിൽ ഈ പറയുന്ന നട്ടലുകളുടെ ഭാഗത്തെയോ ചെന്ന് അവിടെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നിമിത്തം ഉണ്ടാകുന്നതാണ് ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് വരുന്നത്. ഇത് കൂടാതെ സംഭവിക്കുന്നത് അഗ്നി, നേരത്തെ പറഞ്ഞൊരു അഗ്നിയുടെ കാര്യമാണ്. അഗ്നി എന്ന് പറയുന്നത് നമ്മളുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെയാണ്. ഈ അഗ്നി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുന്നത് ആമം എന്ന് പറയുന്നൊരു സംഗതിയാണ്. ആമം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ഒരു സിസ്റ്റമിക് ടോക്സിൻ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എടുക്കാം. സിസ്റ്റമിക് ടോക്സിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ശരിയായിട്ടുള്ള രീതിയിലല്ലാതെ പചനം ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ആമത്തെ സവിശേഷിപ്പിക്കാം. അപ്പം ഈ ആമവും അതുപോലെ തന്നെ വല്ലാതെ കൂടി നിൽക്കുന്ന വാദവും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിൽ നമ്മൾ ആംഗുലൈസിങ് സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാവാനായിട്ടുള്ളതിൻ്റെ കാരണമായി നമ്മൾ കണക്കാക്കുന്നത്. ആയതിനാൽ ഈ ചികിത്സകളും നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വാദത്തെയും
അതുപോലെ തന്നെ ആമദോഷങ്ങളെയും ബഹിർനിർഹരിച്ചു കൊണ്ടിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ആയുർവേദത്തിൽ ആങ്കിളൈസിങ് സ്പോണ്ടിലൈറ്റിസിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം ചികിത്സയിൽ മാത്രമല്ല, നമ്മൾ അതിനകത്ത് ഡയറ്റും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പോലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടായിരിക്കും ഒരാൾക്ക് ചികിത്സ നമ്മൾ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ചികിത്സ എന്നുള്ള രീതിയിലല്ല ആയുർവേദത്തിൻ്റെ പ്രത്യേകത. ഓരോരുത്തർ എന്ത് ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് ആ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ മേജറായിട്ട് നമ്മൾ ഇതിനകത്തുള്ള ചികിത്സകളിലൊന്ന് പഞ്ചകർമ്മ ചികിത്സകളാണ്. പഞ്ചകർമ്മ ചികിത്സകളിൽ നമ്മൾ ഇതിനകത്ത് വാദത്തെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സകൾ, അതായത് അഭ്യംഗം, സ്വേദന പ്രക്രിയകൾ, കിഴികൾ, പലതരത്തിലുള്ള കിഴികൾ, അതുപോലെ തന്നെ ശോധന പ്രക്രിയകളായിട്ടുള്ള വസ്തി പോലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ കൂടുതലായും ആങ്കിളൈസിങ് സ്പോണ്ടിലൈറ്റിസിന് ചെയ്തു വരുന്നത്. ചികിത്സകളോടൊപ്പം നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്ന മറ്റ് 2 കാര്യങ്ങളാണ് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും അതുപോലെ തന്നെ ഡയറ്ററി പ്രാക്ടീസസ് അല്ലെങ്കിൽ ആഹാരക്രമത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങളും. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും വളരെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകളായിരിക്കും. സെഡൻഡറി എന്ന് ഉദ്ദേശിക്കുന്ന വളരെ യാതൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ. അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ വളരെ മൃദുവായിട്ടുള്ള എന്തെങ്കിലും എക്സർസൈസുകളോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും യോഗ പ്രക്രിയകളോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മുഖ്യത കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആഹാര പ്രക്രിയകളിൽ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന വിധത്തിലുള്ള വ്യത്യാസങ്ങൾ. സാധാരണ രീതിയിലുള്ള ജങ്ക് ഫുഡ്സ്, പിസ്സ, ബർഗർ പോലുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കി വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റാവുന്ന രീതിയിൽ കഴിയുന്നതത്ര പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പാകം ചെയ്യുന്ന ആഹാരങ്ങൾ കഴിക്കാനൊക്കെയായി നമ്മൾ അഡ്വൈസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി മുതലായ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. വെളുത്തുള്ളി പോലുള്ള ഔഷധങ്ങൾ വളരെയധികം അതിലടങ്ങിയിരിക്കുന്ന എല്ലസിൻ പറയുന്ന പോലുള്ള സാധനങ്ങളെല്ലാം HLA-B27 പ്രോട്ടീൻസിനെ അത് ഫൈറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നതായി ഗവേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദം ഒരു സമഗ്രമായ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ വളരെയധികം ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ്. ഏതൊരു ആയുർവേദ ചികിത്സ എടുക്കുന്നതിന് മുൻപും ഒരു നല്ല ആയുർവേദ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള രോഗനിർണയങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആയുർവേദിക ചികിത്സകൾ എടുക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.